നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രതിരോധ മേഖലയിൽ സജീവമാണ്. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത്യാധുനിക അഞ്ചാം തലമുറ വിമാനങ്ങൾ അനിവാര്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ Su-57 വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുന്നത്. ദില്ലിയും മോസ്കോയും തമ്മിലുള്ള ഈ നയതന്ത്ര പ്രതിരോധ ചർച്ചകൾ ഇപ്പോൾ വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആഭ്യന്തരമായി ഈ വിമാനം നിർമ്മിക്കുന്നതിനും സാങ്കേതികവിദ്യ പൂർണ്ണമായി കൈമാറുന്നതിനും തയ്യാറാണെന്ന വിപുലമായൊരു നിർദ്ദേശമാണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരസ്യമായി തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇന്ത്യയുമായി ചേർന്ന് ഈ വിമാനത്തിൻ്റെ സംയുക്ത ഉൽപ്പാദനം നടത്താൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിലെ ചർച്ചകൾ പ്രകാരം ആദ്യഘട്ടത്തിൽ പറക്കാൻ പൂർണ്ണമായി സജ്ജമായ 36 മുതൽ 60 വരെയുള്ള സുഖോയ് 57 ഈ വിമാനങ്ങൾ റഷ്യ ഇന്ത്യക്ക് നേരിട്ട് കൈമാറും. ഇത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കും. ഈ ആദ്യ ബാച്ചിന് ശേഷം വിമാനത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായും ഇന്ത്യൻ ഫാക്ടറികളിലേക്ക് മാറ്റാനാണ് പദ്ധതി. ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ കരാറിലൂടെ നടപ്പിലാക്കുന്ന ഈ തന്ത്രം വ്യോമസേനയുടെ യുദ്ധവിമാനക്ഷാമം പരിഹരിക്കുന്നതിനൊപ്പം തന്നെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന ആത്മനിർഭരതയ്ക്ക് വലിയൊരു പിന്തുണയും നൽകും. സാങ്കേതിക വിദ്യ കൈമാറുന്നതിലും പ്രാദേശിക വ്യവസായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും റഷ്യ മികച്ച വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആഗോള പ്രതിരോധ കരാറുകളിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തിന് റഷ്യ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ അത്യാധുനിക യുദ്ധവിമാനത്തിൻ്റെ സോഴ്സ് കോഡ് പൂർണ്ണമായി ഇന്ത്യക്ക് വിട്ടു നൽകാമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സമ്മതിച്ചിരിക്കുന്നു. ഇതോടൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക തന്ത്രപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് 2 പേർക്ക് ഒരേ സമയം പറത്താനാകുന്ന ഒരു പ്രത്യേക പതിപ്പ് സംയുക്തമായി വികസിപ്പിക്കാനും റഷ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലൂടെ റഷ്യൻ ആകാശ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് A സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെയുള്ള തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാനും സാധിക്കും. ഇത് ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് വിമാനത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സഹായിക്കും. ഈ വൻ പദ്ധതി മുന്നിൽ കണ്ട് റഷ്യൻ വിദഗ്ധർ HALന്റെ നാസിക് പ്ലാന്റിൽ ഇതിനകം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. ദീർഘകാലമായി സുഖോയ് 30 MKI വിമാനങ്ങൾ വിജയകരമായി നിർമ്മിച്ച് പരിചയമുള്ള പ്ലാന്റാണിത്. ഇവിടുത്തെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പകുതിയോളം ഭാഗം ചെറിയ നിക്ഷേപങ്ങളിലൂടെ സുഖോയ് 57 നിർമ്മാണത്തിനായി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് റഷ്യൻ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം അതിവേഗം ആരംഭിക്കാൻ ഇന്ത്യയെ സഹായിക്കും. റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി, വിമാനത്തിനുള്ളിൽ തന്നെ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള അറകൾ, പ്രത്യേക റഡാർ പ്രതിരോധ കോട്ടിങ്ങുകൾ എന്നിവ ഈ വിമാനത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ശക്തമായ SR റഡാർ, ഉയർന്ന അഭ്യാസ പ്രകടനങ്ങൾ സാധ്യമാക്കുന്ന എഞ്ചിനുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകൾ എന്നിവ ആധുനിക ഡിജിറ്റൽ യുദ്ധമുഖങ്ങളിൽ ശത്രുവിന് മേൽ പൂർണ്ണ മേധാവിത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്നവയാണ്. യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച വിമാനമാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക ഇലക്ട്രോണിക് ജാമിങ്ങുകളും നിലനിൽക്കുന്ന സങ്കീർണമായ യുദ്ധ മേഖലകളിൽ ഈ വിമാനം വിജയകരമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മോസ്കോ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ AMCയെ പൂർണ്ണ സജ്ജമാക്കാൻ ഇനിയും കുറഞ്ഞത് 1 ദശാബ്ദമെങ്കിലും സമയമെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ഇടവേളയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനീകരണത്തിന് ഏറ്റവും അനുയോജ്യമായൊരു താൽക്കാലിക പരിഹാരമായിട്ടാണ് സുഖോയ് 57 ഈ വിമാനങ്ങളെ പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും അതിർത്തി തർക്കങ്ങളിലും ഇന്ത്യയുടെ വ്യോമസുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. നിലവിൽ റഫാലും സുഖോയ് 30 MKIയും ഉൾപ്പെടുന്ന 4ാം തലമുറ 4.5 ജനറേഷൻ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല്. എന്നാൽ ശത്രുരാജ്യമായ ചൈന ഇതിനകം തന്നെ 5ാം തലമുറ യുദ്ധവിമാനമായ J-20 സ്റ്റെൽത്ത് വിമാനങ്ങൾ വലിയതോതിൽ അതിർത്തികളിൽ വിന്യസിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനും സമാനമായ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ചൈനയിൽ നിന്ന് സ്വന്തമാക്കാൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ വിമാനമായ AMCയെ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും 1 ദശാബ്ദമെങ്കിലും സമയമെടുക്കുമെന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ സുഖോയ് 57 ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം ഏറുന്നത്. ഈ അത്യാധുനിക യുദ്ധവിമാനം ഇന്ത്യയിലെത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷിയും രാജ്യത്തിൻ്റെ തന്ത്രപരമായ നിലപാടുകളെയും അത്ഭുതപൂർവമായ രീതിയിൽ ശക്തമാക്കും. സുഖോയ് 57 ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും തന്ത്രപരമായ നേട്ടം അതിൻ്റെ അതിവിശിഷ്ടമായ സ്റ്റെൽത്ത് ശേഷിയാണ്. ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്കോ വ്യോമ പ്രതിരോധ ശൃംഖലകൾക്കോ ഈ വിമാനങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല. വിമാനത്തിൻ്റെ പ്രത്യേക രൂപകൽപ്പനയും റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന കോട്ടിങ്ങും ഇതിന് സഹായിക്കുന്നു.
സാധാരണ യുദ്ധവിമാനങ്ങൾ മിസൈലുകളും ബോംബുകളും വിമാനത്തിന് പുറത്താണ് ഘടിപ്പിക്കാറുള്ളത് എങ്കിൽ സുഖോയ് 57 അതിൻ്റെ ഉള്ളിലുള്ള പ്രത്യേക അറകളിലാണ് ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. ഇത് വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സ്വഭാവം ഒട്ടും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ഈ സാങ്കേതിക വിദ്യ കൈവരുന്നതോടെ ശത്രു രാജ്യങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് അവരുടെ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ആഴത്തിൽ തുളച്ചു കയറി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനയുടെ അതിർത്തിയിലെ പ്രതിരോധ കോട്ടകൾ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കും. ആഗോള പ്രതിരോധ വിപണിയിൽ മറ്റൊരു രാജ്യവും നൽകാത്ത വലിയൊരു വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പരമാധികാര നേട്ടമാണ്. ഈ വിമാനത്തിൻ്റെ കമ്പ്യൂട്ടർ തലച്ചോറായ സോഴ്സ് കോഡ് പൂർണ്ണമായി ഇന്ത്യക്ക് കൈമാറാമെന്നാണ് റഷ്യ സമ്മതിച്ചിരിക്കുന്നത്. അമേരിക്ക പോലും തങ്ങളുടെ F-35 വിമാനങ്ങളുടെ സോഴ്സ് കോഡ് നാറ്റോ സഖ്യകക്ഷികൾക്ക് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നത് ഓർക്കുമ്പോഴാണ് റഷ്യൻ വാഗ്ദാനത്തിൻ്റെ മൂല്യം മനസ്സിലാകുന്നത്. സോഴ്സ് കോഡ് ലഭിക്കുന്നതിലൂടെ വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറുകളിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കും. ഭാവിയിൽ റഷ്യയുടെ അനുവാദമോ സഹായമോ ഇല്ലാതെ തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന പുതിയ മിസൈലുകളും ലേസർ ആയുധങ്ങളും സെൻസറുകളും ഈ വിമാനത്തിൽ കൂട്ടിച്ചേർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് വിദേശ സാങ്കേതിക വിദ്യകളിന്മേലുള്ള ഇന്ത്യയുടെ ആശ്രയത്വം കുറയ്ക്കുകയും തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉറപ്പാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സുഖോയ് 57 വിമാനങ്ങളുമായി സംയോജിപ്പിക്കാൻ സാധിക്കുമെന്നത് ശത്രുക്കൾക്ക് വൻ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ മിസൈലും ഏറ്റവും ആധുനികമായ സ്റ്റെൽത്ത് വിമാനവും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രഹരശേഷി അതിഭയാനകമായിരിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന അത്യാധുനിക SR റഡാറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകളും ഒരേ സമയം നിരവധി ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താനും ഒരേ സമയം അവയെല്ലാം ആക്രമിച്ച് തകർക്കാനും കെൽപ്പുള്ളവയാണ്. കൂടാതെ ഉയർന്ന യുദ്ധവേഗതയിലും കഠിനമായ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ സഹായിക്കുന്ന ഇതിൻ്റെ എഞ്ചിൻ സാങ്കേതികവിദ്യ ആകാശ പോരാട്ടങ്ങളിൽ ഇന്ത്യൻ പൈലറ്റുമാർക്ക് പൂർണ്ണ മേധാവിത്വം നൽകും. ആയുധശേഷിക്ക് പുറമെ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദന മേഖലയ്ക്കും ഈ കരാർ വലിയൊരു ഊർജ്ജമാകും. വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിനൊപ്പം ഇന്ത്യയിലെ HAL പ്ലാന്റുകളിൽ ഇത് ലൈസൻസോടെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും റഷ്യ കൈമാറുന്നുണ്ട്. ദീർഘകാലമായി സുഖോയ് 30 MKI വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിച്ച് പരിചയമുള്ള ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കും. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വൻ കുതിച്ചുചാട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭാവിയിൽ ഇന്ത്യ നിർമ്മിക്കാനിരിക്കുന്ന തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായ AMCA നിർമ്മാണത്തിന് വലിയൊരു പഠനശാലയായി മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ സുഖോയ് 57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് വ്യോമസേന നേരിടുന്ന വിമാനങ്ങളുടെ കുറവ് പരിഹരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഏഷ്യൻ ഭൂപ്രദേശത്തെ സൈനിക സമവാക്യങ്ങളിൽ ഇന്ത്യയെ ഒരു അജയ്യ ശക്തിയായി പ്രതിഷ്ഠിക്കുക കൂടിയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.